ഹലോ എന്റെ PC crash ആണ്. ഹലോ ഈഗോ ബ്രോ ഹലോ ഇവിടെ എന്താ പ്രശ്നം എന്താ ഹലോ അണ്ണാ മൊത്തം സംഭവം എന്താ വെച്ചാലേ എനിക്ക് മാമനൊരു പെർമനന്റ് ബാങ്ക് കിട്ടി എന്തിന്? മാമനെ റിവൈവ് ആക്കിയില്ല. ലൈറ്റ് വിടറാ അത് അണ്ണാ അത് കണ്ടില്ലേ അത് ഇല്ല ഇല്ല മാമനെ റിവൈവ് ആക്കാത്തതിന് അത് ഞാൻ കാണിച്ചുതരാം. വീഡിയോ കാണിച്ചുതരാം. ലൈവ് സ്ക്രീൻ നോക്കണേ. നോക്കട്ടെ നോക്കട്ടെ നോക്കണ്ട. വിഷയ സീനാണ് അത്. കുറച്ച് പാക്കറ്റാ ഹലോ ഇവിടെ ഇവിടെ എന്നെ ഡ്രാഗ് ചെയ്ത അണ്ണാ ആദ്യം ഞാൻ ബഗ്ഗായി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഡ്രാഗ് ഇട്ട് അപ്പൊ എന്നെ ഒരു സ്ഥലത്ത് ഡ്രാഗ് ചെയ്ത് അണ്ണ ഇത് ഇവ ചത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ ബഗ്ഗായി കിടന്നിട്ട് അഡ്മിനെ വിളിക്കുവാണ്. ഇതാണ്ടാ ഇവന് സംസാരിക്കാനും പറ്റുന്നുണ്ട്, ചത്തും കിടക്കുവാണ്. മനസ്സിലായി? ഇങ്ങനെ കോഞ്ഞിരിക്കുക. EMS ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിളിച്ചേ എന്നെ ഒന്ന് ചെയ്യടാ. ഹലോ ഡേറ്റ ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ വാർണിംഗ് ആണ്. ഹലോ ഹലോ കേക്കാവോ? ഹലോ മാമൻ വാർണിംഗ് ആണ്. ഫാണിൽ വാർണിംഗ് ആണ്. ഇൻസ്റ്റാളേഷൻ ഇടാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഡേറ്റ ഹലോ കൊലക്കുറ്റം ചെയ്താണ് പെരുമാറണ. എന്റേത് ബ്രോ സംസാരിക്കാതിരിക്കാവോ ബ്രോ സംസാരിക്കണേ. പൊക്കണ EMS ചെയ്തോളും ബ്രോ. മിണ്ടായിരുന്നാ മതി. ചത്ത് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണം. റൂൾസ് അറിയാവോ? ബേസിക് റൂൾസ് അറിയാവോ? ഞാൻ ബഗ്ഗായി കിടക്കുവാ. പിന്നെ ഞാൻ ബ്രോ ബ്രോ ഒന്ന് റിവൈവ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇപ്പൊ മിണ്ടാതിരിക്കും. ഇപ്പൊ മിണ്ടാതിരിക്കും. ആവശ്യമൊന്നുമില്ല കേട്ടോ ബ്രോ. കൊണക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. EMS പൊക്കണ്ട. ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് സംഭവിച്ചത്. അണ്ണാ ഈ ബേസിക് റൂൾസ് അറിയാമെന്ന് ചോദിച്ച പയ്യനില്ലേ? അതറിയാം. ഇല്ല പണ്ട് ഡ്രസ് ഷോപ്പിൽ വെച്ചാ പണ്ട് ഡ്രസ് ഷോപ്പിൽ വെച്ചിട്ട് പയ്യന്റെ അടുത്ത് രണ്ട് പയ്യന്മാരുടെ എന്ന് പറയാം ബ്രോ ഒരു കിടുക്ക് സെർവർ ഉണ്ട് വരുന്ന കൂടാ എന്ന് വരുന്ന കാട്ടാള്. ആ പയ്യനെ മനസ്സിലായില്ല എന്നെ. പണ്ട് നമ്മളൊരു സെർവർ കളിച്ചോണ്ടിരുന്നപ്പോ ഒരു കിടുക്ക് സെർവർ ഉണ്ട്, അങ്ങോട്ട് പോരെ ബ്രോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോരെ എല്ലാം ഇപ്പോഴാണ് വാണിങ്ങിന്റെ എനിക്ക് പിടി കിട്ടിയത്. വാണിംഗ് ആണല്ലേ? വാണിംഗ് എന്റെ അമ്മ എടാ നീ ബഗ്ഗാന്ന് പുള്ളിയോട് പറഞ്ഞോടാ പോരായിരുന്നോ? അണ്ണാ ഞാൻ പറയുന്നത് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞു. ഞാൻ ചത്തിറക്കം മിണ്ടായിരുന്നോടാ ഇങ്ങനെ അണ്ണാ സംഭവം ഇവന് റിവൈവ് ചെയ്യാൻ പറ്റും. EMSന് റിവൈവ് ചെയ്യാൻ പറ്റില്ല. EMS ഒരു 1000 വട്ടം പറയണം അവിടെ. ഇവന് റിവൈവ് ചെയ്യാനും പറ്റില്ല എന്നായിരുന്നു ഞാൻ സംസാരിക്കാനും പാടില്ല. ഇതെന്താ പെർമനന്റ് ബാൻ ആണോ നിനക്കിപ്പോ? മാറ്റി ഞാൻ പോയി സംസാരിച്ചു. POV ഒക്കെ കാണിച്ചു കൊടുത്തു. അണ്ണാ ഒരു കിടുക്ക് സെർവർ ഉണ്ട്, കൈലാസം. കൈലാസ എടാ അഡ്മിനെ മാറ്റോ പറ. എന്റെ അങ്ങനെ പറയണ അഡ്മിനെ മാറ്റോ. അതല്ലടാ പയ്യനിന്ന് ട്രെയിൻ ആയിട്ട് കയറിയുള്ളൂ. ഇന്ന് തന്നെ ഇറങ്ങി. സംശയമാണ്. നേലായിട്ട് പോലും താഴെ ഇറങ്ങാൻ പറ്റൂല. വിട് പോട്ടെ പഴയ കാര്യമൊന്നും പറഞ്ഞ അവരാതൊക്കെ ഉണ്ട്. പുള്ളി ഇതായിട്ട് പറഞ്ഞായിരിക്കും. വിട് ചില്ല പോട്ടെ. കഴിഞ്ഞില്ലേ? ഇതാരെ ബാൻ ഇട്ടത് പുള്ളിയാണോ? അല്ലല്ലോ അത് ബാൻ ഇട്ടെന്ന് പറഞ്ഞാലണ്ണ ഇത് അപ്പ ഒന്നും ബാൻ ഒന്നും ഇട്ടില്ല. ദൈവം ഇവ പൊങ്ങി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് മാസ് അടിച്ചത് ഈ കാര്യം എന്നോട് പറഞ്ഞു. എന്നെ ഒരു അഡ്മിൻ പൊക്കിയില്ല അളിയാ. ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി ഊമ്പാനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അവിടെ അടുത്ത് നമ്മുടെ അടുത്ത് പൊന്നുസ്വാമിയെ അത് കഴിഞ്ഞാ അത് വിട്ട് സംസാരിച്ചല്ലേ? ഓക്കെ നമുക്ക് അണ്ണ സിറ്റി കയറണ. ഓ ഞാൻ സിറ്റി കയറുന്നുണ്ട്. സിറ്റി സെയിൽസ് ആണല്ലേ സിറ്റി? സമാനത്തോടെ നടക്കാം. ഓക്കെ ഞാൻ സിറ്റിയിലോട്ട് വരാം. ഡിസ്കോൺട്രോൾ ചെയ്ത് സിറ്റി വരത്തോളൂ. ഡയറക്റ്റ് വരുവാണ്. അല്ലല്ല ഞാൻ ഇപ്പൊ കേറുക. മുച്ചിറി എന്തേ? മുച്ചിറിയ ഒരു മിനിറ്റ്. ഹലോ മുച്ചിറി. അയ്യോ നിനക്ക് PC കിട്ടിയോ? കിട്ടിയണ്ണ. ഏതാ സ്പെക്ക് ഒക്കെ? എന്തുവാ? 5070. ഒരു ഫോട്ടോ പോലും ഇട്ടില്ലല്ലോ ഗ്രൂപ്പിൽ. ഒരു ഫോട്ടോ പോലും. ഫോട്ടോ ഞാൻ ഇത് ഡൗൺലോഡ് ആക്കിട്ട് വെച്ച് ഞാൻ വന്നിട്ട് നമ്മളെ മൈൻഡ് ആക്കിയില്ലല്ലേ. ഞാൻ പറയുന്നേക്ക് ഞാൻ വീട്ടിൽ എത്തി. ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല. രാവിലെ ഇത് മേടിക്കാൻ പോയി നേരെ വീട്ടിൽ വന്ന്
ചാർജ് കുത്തി സ്റ്റീം ഡൗൺലോഡ് ആക്കാൻ വെച്ച് ഞാൻ ഡിസ്കോഡിൽ ഗെയിമും കളിച്ചോണ്ടിരിക്ക. ഇപ്പൊ ചാർജ് ഊരിട്ട് ഇപ്പൊ ഇടാൻ വന്നേ ഞാൻ. എടാ വെറുതെ ഒരു ഫോട്ടോ പോലെ എടുത്തിട്ടില്ല. എന്തൊക്കെ കള്ളം പറയലടാ. ന്യായം കേക്കണോടാ മുച്ചിരി. നീ ഇപ്പൊ ഇരിക്കുന്നിടത്ത് വെച്ച് നിന്റെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ അയക്കി എന്ത് താമസം ഉണ്ടോ? വെയിറ്റ് ആക്കണ അടുത്തോട്ട് വരുന്നേ. എന്താ നീ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? എടാ മുച്ചിരി, എടാ ഉച്ചരി എടാ മുച്ചിരി, ആ ഓടി പോയി. നിങ്ങൾ കളിച്ചോണ്ടിരിക്കണോ ഡസ്റ്റർ എന്തേലും? இல்ல நான் சும்மா லைவ் விட்டு நான் டிடிஎம் ப்ளே பண்ணிட்டு இருக்கேன். ഇത് എസ്കേപ്പ് ആണ്. ഇപ്പൊ എന്താ? ഇത് എസ്കേപ്പ് എസ്കേപ്പ് ആർപി. ഇത് എസ്കേപ്പ് ഫോൺ എടുക്കാൻ പോണെന്ന്. ഫോൺ എടുക്കാൻ പോയെന്നോ? ഓ ഓക്കെ ഓക്കെ വെയിറ്റ് ചെയ്യാം. ഇവൻ വന്നിട്ട് ഞാൻ കേറത്തുള്ളേ. ഇന്ന് ഇവൻ വന്നിട്ട് ഞാൻ കേറത്തുള്ളേ. അവൻ ഫോൺ എടുത്തോണ്ട് വരട്ടെ. ഹലോ ആ ഫോൺ എടുത്തോ? ആ ആ ഒരു ഫോട്ടോ അയച്ചു നോക്കട്ടെ. വെയിറ്റ് ആക്ക. ബാക്കി സ്പെക്ക് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇത് Ryzen 7 9800X 3D. ആ ഓക്കെ ഓക്കെ. പിന്നെ റാം ഒക്കെ RAM G-Skill. കാർഡ് ഏതിന്റെ കാർഡാ? GeForce RTX. GeForce RTX ആ? Zotac game. ആ, Zotac. ആ, അങ്ങനെ പറ. സൊട്ടാക്കിന്റെ കാർഡ്. ആ ഓക്കെ ഓക്കെ. ഇത് എവിടുന്ന് എടുത്തേടാ? ലോക്ടെക്. ലോക്കൽ. ആ ഓക്കെ ഓക്കെ. നീ തിരുവനന്തപുരത്താണോ അതിന്? അല്ല കൊറിയർ അയച്ചെന്നോ? ആ. ഓ ഓക്കെ. അതാ ഞാന് ഈ ഓർ എന്നോട് പറഞ്ഞത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അതിട്ട് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പോയിട്ട് ഓരോ ആടെന്ന് പറയുന്നത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് അല്ല, ഉപ്പലത്ത് ബൈക്ക് ഈ 60 കിലോമീറ്റർ ഓടി അങ്ങോട്ടും പോയിട്ട് ഇങ്ങോട്ടും എന്തോ വന്നു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് അല്ല ഉപ്പിലിട്ടു തന്നു. എന്തു പറഞ്ഞു നീ കേട്ടില്ല? ഉപ്പിലിട്ടതല്ല, പിന്നെ ഉപ്പലത്തായിരുന്നു ഈ സാധനം ഉണ്ടായേ. ഞാൻ എന്നോട് പറഞ്ഞത് സ്ഥലോ ഉപ്പലത്ത് പറഞ്ഞ സ്ഥലപ്പേരാണോ? ആ ഉപ്പലത്ത്. ഉപ്പലത്ത്. ആ ഉപ്പള. ഓ ഓക്കെ 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 ഓക്കെ. സ്ഥലപ്പേരാണല്ലേ? സ്ഥലത്തിന്റെ പേരാണോ അതോ സ്ഥലത്തിന് നിങ്ങളുടെ നാട്ടിൽ ഉപ്പലാന്നാണോ പറയണേ? അല്ലല്ല, സ്ഥലത്തിന്റെ പേര് ഉപ്പള. സ്ഥലത്തിന്റെ പേര് ഉപ്പല. ആ ഓക്കെ ഓക്കെ. ഞാൻ ഉപ്പിലിട്ടത് സത്യമായിട്ട് ഞാൻ ഉപ്പിലിട്ടതെന്നാ കേട്ടത്. ഫോട്ടോ അയച്ചേ. എടാ ഇവരെ ഓരോന്നൊക്കെ എനിക്ക് ഇൻബോക്സിൽ അയക്കുക. എനിക്കൊന്നും മനസ്സിലാവൂല. ഞാൻ അതുകൊണ്ട് അധികം റിപ്ലൈ കൊടുക്കാറില്ല. നീടാ ഇന്നലെ മെനഞ്ഞാ നീ എന്തോ അയച്ചല്ലോ ചെറിയ, അതെന്തായിരുന്നു? ഞാൻ ഇവിടെ ചോദിക്കായിരിക്കുവായിരുന്നു. ഇൻവെസ്റ്റർ ആണോ? ഇൻട്രസ്റ്റ് അല്ല, എന്തോ അയച്ചായിരുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്. എന്തോ ഒരു വോയിസ് മെസ്സേജ്. എനിക്ക് എന്താ മനസ്സിലായല്ലോ. അതെന്ന് മറ്റേ ഇതിട്ട് മറ്റേ ഒരു ചങ്ങായി പറഞ്ഞേ, വെറുതെ പറഞ്ഞേ, ഇല്ലാത്ത കാര്യം പറഞ്ഞേ. അണ്ണാ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞറിയില്ല. എന്റെ പേര് മാത്രം മെൻഷൻ ആക്കി ഇതെന്തോ പണി തരാൻ എന്തോ തോന്നുന്നു. പിന്നെ അണ്ണാ ഞാൻ ഫുൾ ടൈം ഉണ്ടാവില്ല. ചന്ദ്രനോട് ചോദിക്കും. ഞാൻ നൈറ്റ് ടി ഡി എം കളിക്കും. ഞാൻ ടി ഡി എമ്മിൽ കുറെ ടൈം ഉണ്ടാവും. ഇത് ടി ഡി എമ്മിൽ ഉണ്ടാകുമ്പോൾ റേഡിയോ നല്ല സൗണ്ട് ഒക്കെ നോക്കുന്നു. ഇപ്പൊ സിറ്റുവേഷനിലുള്ള ഞാൻ ഉണ്ടാവലുണ്ടല്ലോ. സിറ്റുവേഷൻ മാത്രമല്ല, ആ ഫുൾ ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. ഉറങ്ങുമ്പോൾ മാത്രം ഉണ്ടാവില്ല. ഫുൾ ടൈം സിറ്റിയിൽ ഉണ്ടാവാറുണ്ട്, ഉറങ്ങുമ്പോ മാത്രം ഇല്ല. എന്ത് നോക്കുമ്പോ അറിയാം. ആ ഫയോമിൽ ഞാൻ വേറെ ഗെയിം കളിക്കുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് എനിക്ക് മെസ്സേജ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത് മനസ്സിലായി, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കുറെ ടൈപ്പ് ചെയ്തേക്ക്. ഇവൻ നീ ദൈവം എന്തുണ്ടല്ലോ മുച്ചിരി ടൈപ്പ് ചെയ്യല്ലേ കേട്ടാ. ടൈപ്പ് ചെയ്താൽ എനിക്ക് മനസ്സിലാവില്ല നിന്റെ ഭാഷ. എനിക്ക് ഇപ്പോഴും ഓർമ്മ ചേട്ടാ. ഇൻവെർട്ടറിന്റെ ഇൻവെസ്റ്റർ. സ്പെല്ലിംഗ് ചാറ്റിലെടുത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറയാം. അതാ ചാറ്റിലെടുത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞ കേസ്. അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞേടാ പോട്ടാവൻ കൊച്ചല്ലേ ആണോ ഇതാരോ കരുതി കൂട്ടി ചെയ്യുന്നതാ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. മനസ്സിലായ? ബസ് എന്നൊരു വാക്ക് ഞാൻ ഇവിടെ അങ്ങ് ഞാനങ്ങ് ഹൈഡ് ചെയ്യും. ബസ് എന്നുള്ളത് ഇനി ഇവിടെ സ്വാമിയേ ശരണം അയ്യപ്പ. എന്തിയ പീസിലെ ഫോട്ടോ എന്തിയേ? ഞാൻ ഇട്ടിനാലോ ഗ്രൂപ്പിലിട്ടോ? ഇട്ടിട്ട് അമ്പോ കിഡിലല്ലേ. എന്നാ എടാ ഒരു മൊത്തത്തിൽ അത് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോ അതില്ല. അത് ഇപ്പോഴെന്നെ ഇപ്പൊ എടുത്ത് പറഞ്ഞോണ്ടെടുത്തന്നെ. ഒന്നോടെ എടുക്കാം ലോങ്. കൗഗറിന്റെ ക്യാബിനറ്റാ ചേട്ടാ.
ഞാൻ മറ്റേ ഡോക്ടർക്ക് മീനിങ് പോയപ്പോ എനിക്ക് കാണിച്ചത് സ്പെക് ഷീറ്റ് കൗദർ ക്യാബിനറ്റ്. കൊള്ളാം 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 കൊള്ളാം. എടാ ഇനി ജി ടി ഒക്കെ മാത്രം കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിച്ച് ഇവരുടെയൊക്കെ കൂടി ഇരിക്കണം കേട്ടാ. ഈ ജി ടി എ മാത്രം 24 മണിക്കൂറും ഇനി നിനക്ക് പി സി ഇല്ല സ്പെക്കില്ല എന്ന് പറഞ്ഞ സിറ്റി കാണാതിരുന്ന നിന്നെ സിറ്റുവേഷൻ വന്നേക്കണം. ആ ഞാൻ ഇപ്പഴും വരലുണ്ടല്ലോ. ആ അപ്പൊ ഇനി live ഒക്കെ ഇടുവല്ലോ. കൈ വറക്കുമെന്ന് സിറ്റുവേഷൻ കളിക്കുമ്പോ. അല്ല ഇനി ലൈവ് ഒക്കെ ഇടുവല്ലോ. അപ്പൊ ലൈവ് ഡെയിലി റെഗുലർ എത്ര മണി തൊട്ട് എത്ര മണി വരെ? അങ്ങനെ പറഞ്ഞ ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെ വെക്കുന്നേ തോന്നുമ്പോ ഇങ്ങനെ. ആ തോന്നുമ്പോ ഇടും. തോന്നുമ്പോ ഇങ്ങനെ മെൻസറിനിട്ട് ഇടും. എന്നാ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നേ? സ്കൂളിൽ മാർച്ചിന് അഡ്മിഷൻ എടുക്കാൻ പോകും. ആ പിന്നെ ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ്. ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ്. നീ ഒറ്റ മോനാണോ അതോ നിനക്ക് അനിയന് ചേട്ടനല്ലോ ഉണ്ടോ? രണ്ടിച്ചുണ്ട്. നിന്റെ ചേട്ടന്റെ നമ്പർ എനിക്ക് തരണേ ആ കേട്ടാ. ആ തരാം. നിന്നെ എന്തായാലും ഈ വട്ടം ഞാൻ സ്കൂളിൽ ചേർക്കും. സ്കൂളിൽ പോവില്ല, സ്കൂളിൽ പോവും. നിന്റെ ചേട്ടന്റെ നമ്പർ എനിക്ക് തന്നാ മതി. ആ തരാം. ദേഷ്യം കേട്ടോ, ദേഷ്യം വന്നു കേട്ടോ അവന് ദേഷ്യം. ഇല്ല ഞങ്ങക്കത് ദേഷ്യം അതായിട്ട് ഇച്ചൊന്നും ആക്കൂല എന്നെ. ഇച്ഛ ചെറിയൊരു ദേഷ്യം ഉണ്ട് എന്നോട്. എന്തിനാ താനെ ഇങ്ങനെ ഉറങ്ങിട്ടില്ല ഇന്നേ 24 മണിക്കൂറായി ഉറങ്ങാണ്ട്. എന്തിനാ ഉറങ്ങാതിരിക്കുന്നു? ഉറങ്ങിക്കൂടെ? അത് രാവിലെ ഉച്ചയാകുമ്പോ ഞാൻ രാവിലെയാന്ന് ഉറങ്ങി. അപ്പൊ ഉച്ചയാകുമ്പോ UPS വന്ന്. അപ്പൊ ഒരു 11 മണിയാകുമ്പോ അതിട്ട് ഉച്ചയാകുമ്പോ പീസ് എടുക്കാൻ പോയിട്ട് വന്നത് 5 മണി. എന്നിട്ട് ഇത് ഈ ബോക്സിൽ ഇത് ഒരു കിൻറ്റോളം വെയിറ്റ് ഉണ്ട്. 2 ലക്ഷത്തി എത്രോ? 234 കൊടുത്തത് മൊത്തം കൊടുത്തത് നമ്മുടെ മനാഫ്രോ ആണോ? മനാഫ്രോ അല്ല കൊടുത്തു മൊത്തം. ഞാൻ പറഞ്ഞ് ഞങ്ങക്ക് ഗ്രാഫിക്സ് കാർഡ് മാത്രം ഇത് മാത്രം മതി, പ്രോസസർ മാത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിട്ട് ഇതാക്കാം. അപ്പൊ മനാഫ്രോ പറഞ്ഞ് അത് വേണ്ട ഞാനേ തരാം. മനാഫ്രോ താങ്ക് യു സോ മച്ച്. മനാഫ്രോ മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് മനാഫ്രോ. ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അത്ര എത്തിന് അൺലിമിറ്റഡ് ആയിട്ടുണ്ടാവും, വേർത്തിട്ടുണ്ടാവും മനാഫ്രോ. അതിലൊരു 20% അങ്ങനെയൊക്കെ മനസ്സിലാക്കി കാണും. മനാഫ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. ഒരുപാട് സന്തോഷം. ടിവിയിലെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എടാ അതിനൊക്കെ ഒരു റിട്ടേൺ ബാക്ക് ആയിട്ട് ലൈവ് എങ്കിലും ഇട്ട് കൊടുക്കണടാ. ലൈവ് എങ്കിലും ഞാൻ ഒരു ഇത് പാരഗ്രാഫ് വെച്ചിന് എഴുതിട്ട്. എന്ത് ഞാൻ വായിച്ചു തരാം. വായിച്ചു തരണം, വേറെ വഴിയില്ല. വായിച്ചു തരാം. ആ എപ്പോഴും റെഡിയാക്കി വെച്ചു, 2 ആഴ്ച മുമ്പ് റെഡിയാക്കി വെച്ചു. ഇതല്ല വായിച്ചതാ കേക്കട്ടെ. എങ്ങനെ അറിയോ? Manaf bro, I just want to say a massive thank you for the gaming PC. I am honestly blown away. BLOWN blown away by your generosity. ഇങ്ങനെ പേനിക്കാക്കല്ല, അപ്പൊ തെറ്റുന്നു. Generosity and so grateful to have a brother like you who hooks it up like this. It means a lot to me, and thanks again for being so awesome and for the incredible gift. Incredible. ഇത് ചാറ്റ് GPT ആണോ അതോ ജെമിനി ആണോ? ഇതേ തുണ്ട് സൈറ്റിലൊന്നും കുറച്ച് ചാറ്റ് GPT എല്ലാം ഉണ്ട്. അല്ല അന്ന് ബർത്ത്ഡേക്ക് ചാറ്റ് GPT അല്ലായിരുന്നാ? സ്വന്തമായിട്ട് മനസ്സിലാണ്. MRC ഇഷ്യൂ ബ്രോ, MRC ഇഷ്യൂ ഒക്കെ ഞാൻ MRC ആണല്ലോ ബ്രോ. അത് MRC ഇഷ്യൂ അവരല്ലേ ഫിക്സ് ചെയ്തത്. ഇത് TV അല്ലേ ഞാൻ നോക്കണേ. ഇപ്പൊ ഞാൻ MRC ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ സോൾവ് ചെയ്യണം ജീവിതത്തിൽ. എന്റെ ജീവിതം ഇങ്ങനെ അടി സോൾവ് ചെയ്ത് തീരും കേട്ടാ. ഇപ്പൊ ഇവിടെ അഡ്മിൻ വേഴ്സസ് TV ഇതെല്ലാം